ഹായ് ഫ്രണ്ട്സ്, വാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം കോഴിക്കുഞ്ഞുങ്ങളാണ്. നമ്മുടെ എല്ലാ വീടുകളിലും കോഴിയെ വളർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ വേസ്റ്റ് കളയാനും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ വൃത്തിയാകാനും നല്ല മുട്ട കിട്ടാനും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുക. അത് അടവച്ചിറക്കാം, ഇൻക്യുബേറ്റർ വഴി ഇറക്കാം, ഇല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വാങ്ങിക്കാം. അപ്പം നമ്മുടെ വീട്ടിലെ ഒരു അത്യാവശ്യമാണ്. അതുമാത്രമല്ല, നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ എല്ലാവരും കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുക. അട വെച്ച് കോഴികളെ ഇറക്കാം, അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് കോഴിയെ ഇറക്കാം. ഇത് ഞങ്ങളുടെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഇറക്കിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയുടെ വളർത്തുന്നതും അല്ലാതെ വളരുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണ്. അതുപോലെ തന്നെ കുറേ പേര് കൂടെ ഉണ്ട്. 10 പേരെ നമ്മൾ ഇൻക്യുബേറ്റർ വഴി വെച്ചിരിക്കുന്നത്, അല്ലാതെ കോഴിയെ അടവെച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഇൻക്യുബേറ്ററിൽ വെച്ചുണ്ടാക്കിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇനി അടുത്ത കോഴികളെ കാണാം. അട വെച്ചിറക്കിയ കോഴികളാണ്. തള്ളേ കുഞ്ഞുങ്ങളുമാണ്. ഇവിടെ ഒത്തിരി ഉടുമ്പ്, പാമ്പ്, കീരി ആദ്യമായവയെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് നെറ്റിട്ട് വളരെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ്. അവർ നാടൻ കോഴികളാണ് കൂടുതലുള്ളതുകൊണ്ട് ചകഞ്ഞ് മുഴുവൻ പ്ലാസ്റ്റിക് എല്ലാം തെറിപ്പിക്കും. വളരെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. കോഴിത്തള്ള അതിനെ ഞങ്ങൾ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കരിങ്കോഴികളും ഉണ്ട്. നാടൻ കോഴിയാണ്. നാടൻ കോഴിയുണ്ട്, കരിക്കോഴി കുഞ്ഞുങ്ങളുണ്ട്, കാപ്പിരിക്കോഴികളുണ്ട്, പിന്നെ ഫാൻസി കോഴിയുണ്ട്. ഇവിടെ മുട്ട അട വെച്ച് ഇറക്കിയതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വേറെ കോഴികളെ ഒന്ന് പരിചയപ്പെടാം. ഫാൻസി കോഴികളെ. ഇത് നമ്മുടെ ഫാൻസി കോഴികളാണ്. അവ തൊപ്പിക്കോഴിയാണ്, ഗോൾഡൻ കളറുള്ള. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, വെള്ള ഒരു ചെറിയ തൊപ്പിക്കോഴിയാണ്. അവർക്കെല്ലാം പ്രത്യേകം വീടുകളായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടിരിക്കുകയാണ്. ഇനിയും 2-3 ഉണ്ടായിരുന്നു. എല്ലാം ഇവിടെ കീരിയും കാട്ടുപൂച്ചയും ഒക്കെ പിടിച്ചു പോയി. ഇതാണ് നമ്മുടെ ഓൾഡ് ജനറേഷൻ കോഴികൾ. ഇതിൻ്റെ മുട്ടയാണ് അട വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ താറാവും നാടൻ കോഴികളും കരിങ്കോഴികളും ഒക്കെ ഉണ്ട്. മുട്ടയിടാൻ ചെറിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവരെല്ലാം വളരെ ഹാപ്പിയായി ഇതിനകത്ത് കഴിയുന്നു. കോഴിപ്പെരയാണിത്. ഞങ്ങളുടെ കൊല്ലം സുന്ദരിയും കുഞ്ഞുങ്ങളുമാണിത്. പച്ചരി പൊടിയും സ്റ്റാർട്ടറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ്. അമ്മ നമ്മളെ അടുപ്പിക്കുകയില്ല അങ്ങോട്ട്. ഇത് ഇൻക്യുബേറ്ററിൽ മുട്ടയിരിക്കുന്നതാണ്. 21 ദിവസമായപ്പോൾ മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയാണ്. ശ്വാസം വലിക്കുന്നതിൻ്റെ സന്തോഷവും അതും മുട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പുറത്തേക്ക് വരുന്ന ജീവിതത്തിന് താളവും ലയവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന രംഗമാണ് ഈ കാണുന്നത്. ഒരാൾ തൻ്റെ വലകളൊക്കെ പൊട്ടിച്ചിറങ്ങി വരുന്നു. അത് നാടൻ കോഴി കുഞ്ഞുങ്ങൾ തന്നെയാണ്. മറ്റാരുടെയും സഹായമില്ലാതെ മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കുറേ എണ്ണം പൊട്ടാറായി ചുണ്ടൊക്കെ പുറത്തോട്ടിട്ടിരിപ്പുണ്ട്. ചിലർ വിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്.
നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ആരും മുട്ടയൊന്നും അടവെക്കുന്ന രീതികളൊന്നും ഇല്ല എന്നാണ് അറിയുന്നത്. ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഇൻക്യുബേറ്റർ. ഇതിനകത്ത് കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ തെർമോക്കോൾ വെച്ചിരിക്കുകയാണ്. എല്ലാ സൈഡിലും 4-6 സൈഡിലും നമ്മൾ തെർമോക്കോൾ വെച്ചിരിക്കുന്നു. ചൂട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ഒരു ബൾബ് ഇട്ടിരിക്കുകയാണ്, മുട്ടയ്ക്ക് ചൂട് കിട്ടാൻ വേണ്ടി. പിന്നെ എല്ലാ സ്ഥലത്തും ഈ ചൂട് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ഫാൻ ചെറുതായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. പിന്നെ അടച്ച് ഇതിൻ്റെ മേളിൽ ഒരു തെർമോസ്റ്റാറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പം ഇതിൻ്റെ ചെറിയ താണ ടെമ്പറേച്ചർ 37.3, ഉയർന്ന ടെമ്പറേച്ചർ 37.7. 37.7 ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ലൈറ്റ് ഓഫ് ആകും. അതേസമയത്ത് നമ്മളിപ്പം ടെമ്പറേച്ചർ താഴുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുകയും ചെയ്യും. ഇത് നമ്മളൊരു എക്സ്റ്റൻഷൻ വയർ വെച്ചിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ അത് ഇതിൻ്റെ ഫിറ്റിങ്സ്. ഇതിനകത്ത് മുട്ട വെച്ചാൽ 21 ദിവസം വേണം വിരിഞ്ഞു വരാനായിട്ട്. അതുകൊണ്ട് മുട്ട നമ്മൾ അതുമാത്രമല്ല, നമ്മൾ ഈ മുട്ട ഉരുട്ടിക്കൊണ്ടിരിക്കണം. 2-4 മണിക്കൂർ കൂടുമ്പോൾ നമ്മളിത് ഈ ഉരുട്ടി എല്ലാ സൈഡും ചൂട് കൊള്ളാൻ വേണ്ടി നമ്മൾ ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ ഇതിനകത്ത് വെള്ളം വെക്കുകയും വേണം. ഹ്യൂമിഡിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി വെള്ളം വെക്കണം. 18 ദിവസം കഴിയുമ്പോൾ 2 പാത്രത്തിൽ വെള്ളം വെക്കണം. അപ്പോൾ കോഴിക്കുഞ്ഞ് വെള്ളത്തിൽ പോകാതിരിക്കാൻ, വിരിഞ്ഞു വരുന്ന കോഴിക്കുഞ്ഞ് വെള്ളത്തിൽ പോകാതിരിക്കാനായിട്ട് നമ്മളൊരു കമ്പി അതിനകത്ത് വെക്കുന്നുണ്ട്. അത് വന്നിട്ട് ഇങ്ങനെ നടുക്കായിട്ടല്ല, 3/4 ഭാഗത്തിന് ഇപ്പുറമായിട്ട് നമ്മളൊരു കമ്പി വെച്ചിട്ടുണ്ട്, നെറ്റ് വെച്ചു. എന്നിട്ട് ഈ പാത്രത്തിൽ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കുന്നു, മറ്റേ ഒരു പാത്രത്തിൽ കൂടെ ഞങ്ങൾ വെള്ളം വെച്ചു. 18 ദിവസം കഴിഞ്ഞപ്പം ഇവിടെ മുട്ട വെച്ചു, അത് കറക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്നു വെച്ചാൽ ഒരു സൈഡിൽ നമ്മൾ വരച്ചിട്ടു, അതനുസരിച്ച് നമ്മളത് കറക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് സൈഡാണ് ശരിക്കും നമ്മൾ കറക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പം 21 ദിവസം കഴിയുമ്പോൾ കോഴികളൊക്കെ വിരിഞ്ഞു വന്നു. ആ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മുമ്പേ കണ്ടത്. നന്നായിട്ട് വളർത്താമെങ്കിൽ നമുക്ക് വീട്ടിൽ ധാരാളം മുട്ട കിട്ടുകയും ചെയ്യും. നമ്മൾ കഴിച്ച ആഹാര സാധനങ്ങളുടെ ബാക്കി കൊടുത്ത് വളർത്തിയാലും മതി. അത് നമുക്ക് വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുകയില്ല. അതുപോലെ തന്നെ പച്ചക്കറിയും ഇലയും പിന്നെ മുറ്റത്തുണ്ടാകുന്ന പുല്ലും ചെറിയ പുല്ലുകളും ഒക്കെ അത് കൊത്തി തിന്നോളും. അപ്പം കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വിഷമൊന്നുമില്ലാത്ത നല്ല മുട്ട കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഇൻക്യുബേറ്റർ പറ്റുമെങ്കിൽ ഇൻക്യുബേറ്റർ വഴി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുക, ഇറക്കുക, അതുപോലെ തന്നെ അതിനെ നോക്കുക, നല്ല മുട്ട കഴിക്കുക. മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്